സാധനം വേറെ എനിക്കൊന്നുമില്ല. മീൻ തരാം. ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു പണി കിട്ടി ഫേസ്ബുക്കിൽ നിന്ന്. നമ്മുടെ ഫിഷിംഗ് മോങ്ക് എന്നുള്ള പേര് ഫേസ്ബുക്കിൽ അക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ അവർ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിലൊക്കെ വന്നിക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പേരായ പാവൂസിലേക്ക് നമ്മൾ തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് പാവൂസ് മോങ്ക് എന്നുള്ളത് കിട്ടണില്ല. അത് മോങ്ക് എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഫിഷിംഗ് മോങ്ക് എന്ന് അടിക്കുമ്പോൾ ആ മോങ്കിൻ്റെ ആ മീൻ പിടിക്കണ കാര്യങ്ങളാണ് കൂടുതൽ കാണിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പഴയ പേരിലേക്ക് തിരിച്ചു വന്നു. പാവൂസ് വെച്ച് നമുക്ക് നമ്മുടെ എന്നെ അറിയണവരെല്ലാവർക്കും തന്നെ പാവൂസ് എന്നുള്ള സംഭവം പറയാം. അപ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് കാസ്റ്റ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജൊക്കെ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോയ്ക്ക്. നല്ല കാറ്റാണ്. നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്തു. നമ്മൾ ഇരയിടാനായിട്ട് ചാളയാണ് നമ്മൾ ഉപയോഗിക്കണത്. ചിക്കനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ നമുക്ക് ചാളയമയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയണത്. നമുക്ക് കോർക്കാം. അത് ഇത്രയും കാറ്റുള്ള കാരണം കിട്ടുമെന്നറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇന്നലെ നമുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര കാറ്റാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ നല്ല കാറ്റാണ്. അടിക്കണോടത്തേക്ക് പോകുന്നറിയില്ല. അതൊക്കെ കുഴപ്പമില്ലാണ്ട് വീണിട്ടുണ്ട്. കാരണം കാറ്റത്ത് പോകണുണ്ടോ, ഇത് പോകണുണ്ടോ, ഭയങ്കര കാറ്റാ. ഇത്രയും വെയിറ്റത്ത് ഈ കാറ്റത്ത് നമുക്ക് കിട്ടുമെന്നറിയില്ല. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അങ്ങനെ അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിനി ഇതിൽ എല്ലാ ക്ലിപ്പുകളും കാണിക്കല്ലേ. നമ്മൾ ഇര കൊളുത്തിയിട്ട് ചാള കൊളുത്തി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആ ടൈം പീരീഡ് നമ്മൾ കാണിക്കണം. നമ്മൾ ചൂണ്ട വലിച്ചു കയറ്റണതും ഇര കുറക്കണതും പിന്നെ മീനുകൾ കിട്ടണ ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ കാണിക്കണുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും. വീഡിയോയുടെ ലെങ്ത്തും ഒരുപാട് നീളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് മാത്രം ഒന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമ്മളിതുപോലെ ഒരു 15 മിനിറ്റോളം നമ്മൾ ഈ തീറ്റ ഇട്ടിട്ട് നമ്മൾ എടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ വലിച്ചു കയറ്റും. കാരണം ചിലപ്പോൾ തീറ്റ പോയിട്ടുണ്ട്. കാരണം ഭയങ്കര ഓളാണ്. അപ്പോൾ തീറ്റ കിടക്കണില്ല. അപ്പോൾ നമ്മൾ ആ എല്ലാ ക്ലിപ്പുകളും നമ്മൾ കാണിക്കണല്ലേ. അപ്പോൾ നമ്മൾ വലിച്ചു കയറ്റണതും അല്ലെങ്കിൽ ഒരു മീനിൻ്റെ ബൈറ്റ് വരണതും വലിച്ചു കയറ്റണതും അല്ലെങ്കിൽ മീൻ കിട്ടണ ക്ലിപ്പുകളും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലിപ്പുകൾ മാത്രമേ നമ്മൾ കാണിക്കണുള്ളൂ ഇന്നത്തെ ദിവസത്തെ കേട്ടോ. ഒരു വലി വന്നിരുന്നു, വലിച്ചു നോക്കിയതാ. ഇല്ല, കിട്ടിയില്ല. തീറ്റ പോയിട്ടുണ്ടാവും കേട്ടോ. അതായത് ഇത്രയും കാറ്റിലിടുമ്പോൾ തീറ്റ പടപടയെന്ന് പോവും. രണ്ടാമത് കാസ്റ്റ് ചെയ്യാണ്.
കടല് ഇളകി നിൽക്കുമ്പോൾ കിടക്കുമ്പോൾ അതുപോലെ മീൻപിടി. No, I just came. ഒരു പയ്യൻ വന്നിട്ടുണ്ട്. പയ്യൻ വന്ന് ചോദിച്ചിട്ട് പോയതുണ്ടോ സൈക്കിളോട്ട്. ഇല്ല, ചെറിയൊരു വലി വന്നിരുന്നു, നമുക്ക് കിട്ടില്ല. വീണ്ടും പരാജയപ്പെട്ടു. കാരണം നമ്മൾ ഈ ഭയങ്കര കാറ്റായ കാരണം നമുക്കൊരു ഇതുണ്ടാവും. ഒരു തീറ്റയാണ് പോയിട്ടുള്ളൂ. ഒരു തീറ്റമേ എത്തിയിട്ടുണ്ടോ അറിയില്ല. നോക്കാം, നമുക്ക് വീണ്ടും ഇടാം. ഞാൻ സൈസ് 4 മസ്റ്റഡിൻ്റെ സീ വാട്ടർ ഹുക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയൊരു കറുപ്പുള്ള കാറ്റ് ചെറുതായിട്ട് കുറഞ്ഞു, വേഗം അടിക്കാം. ചിലപ്പോൾ ഇതിൽ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. കാറ്റൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആടാ ബൈറ്റ് ഉണ്ട്. കാറ്റൊന്ന് നമുക്ക് ശരിക്കും കിട്ടും, മനസ്സിലാവും ബൈറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. കിട്ടി, നമുക്ക് മീൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പോയോന്നറിയില്ല എട്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം നമ്മുടെ ക്യാമറയിൽ കിട്ടിയോന്ന് അറിയില്ല. നമുക്കൊരു കുഞ്ഞ് സാൽമൺ കിട്ടിയിട്ടുണ്ട്. തീരെ ചെറുതാണ്, വേണ്ട നമുക്ക് തീരെ ചെറിയ സാൽമൺ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ എടുക്കാനുള്ള ഇതില്ല. അപ്പോൾ നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ പോകും. കാരണം ഇത് നമുക്ക് നോക്കാം, നമ്മൾ മെഷർ ചെയ്ത് നോക്കാം ആദ്യം. ഇവിടെ മെഷർമെൻറ്റ് സ്കെയിലുണ്ട്. ഇത് നമ്മൾ വെക്കുന്നു. 21 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് 24 ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം, ചെറുത് ഈ സൈസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിനെടുത്തു. ഇപ്പം മീനുണ്ട് നമുക്ക്. എത്ര നേരം നമുക്ക് വീഡിയോ കിട്ടും നമുക്കറിയില്ല. അയ്യോ, നമ്മുടെ ഒരു തീറ്റ പോയി. പക്ഷെ ഒരു തീറ്റ അവിടെ ഉണ്ട്. കിട്ടോളം നമുക്ക് കിട്ടുന്നേ. കടലൊന്ന് ശാന്ത കിട്ടിയാൽ നമുക്ക് ബൈറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിത് ചെറുതും കൂടിയും അടിച്ചിടാണ്. നമ്മൾ അധികം ദൂരത്തേക്ക് ഇടല്ല, കാരണം ഇതിലൊന്നാമൻ തന്നെ ഇതില്ല, അതില്ല. അപ്പോൾ നമ്മൾ വലിയ ദൂരത്തേക്ക് അടിക്കില്ല, ചെറിയ സ്ഥലത്തേക്ക് അടിക്കുള്ളൂ. നമ്മൾ ഇതിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. കിട്ടണമെങ്കിൽ നമുക്കറിയാം. ഇതൊരു മണി വയ്ക്കുന്നത് എപ്പോഴും സേഫായിരിക്കും. അതൊരു മണി വയ്ക്കുന്നുണ്ട്.
അടിക്കുകയാണെങ്കിൽ നടക്കട്ടെ. മീനുണ്ട്, നമുക്ക് അടിക്കുന്നത് വിചാരിക്കാം. ഞാനൊരു തലയും കൊളുത്തിയിട്ടെ. ചൂണ്ടൊക്കെ എറിയുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിങ്ങനെ കൊളുത്തി റോസ് കുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുളത്ത് പോകും. ഒരുപാട് വീടുണ്ട് ഇവിടെ, അതായത് പുല്ല് പോലത്തെ സാധനം, അതിൽ പെട്ട് കഴിഞ്ഞാൽ കുളത്തൊക്കെ പോകും. ഭയങ്കര വലിയമായിരിക്കും. നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തേക്ക് തന്നെ പോട്ടെ. സാധാരണ ഇവിടെ നടക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇന്ന് ഇത്ര കാറ്റുള്ള കാരണം നമുക്കൊരു അറിയില്ല. പോയി എന്ത് വിധി ഇത്, വല്ലാത്ത വിധി ഇത്. കുഴപ്പമില്ല, വൈറ്റ് ഉണ്ട്. വൈറ്റ് ഉള്ളത് തന്നെ നമുക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വീണ്ടും കുറക്കട്ടെ. വീണ്ടും മീനടിച്ചിരിക്കുകയാണ് ഗൈസ്. കേട്ടോ, ഇത് അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ട്, അറിയില്ല. ലുക്ക് ലൈക്ക് സാൽമൺ, ഡീസൻറ്റ് സൈസാണ്. വീണ്ടും ഒരു സാൽമൺ അടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര വഴുവഴുപ്പാണ്. നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇടുന്ന തുടങ്ങി ഗൈസ്. മഴയത്തെ ഒരു മേമ്പടുത്തം കടൽ ഇളകി നിൽക്കുമ്പോൾ ഒരു മേമ്പടുത്തമാണ് നമ്മൾ ചെയ്യണത്. ഭയങ്കര സ്റ്റോപ്പാണ്. നമ്മുടെ വള്ളിക്കും കാട്ടിന് ഭയങ്കര നിൽക്കാനുള്ള വെയിറ്റ് ട്രാക്കാണ്. നമ്മളിവിടെ ചൂണ്ട കാറ്റൊക്കെ പറഞ്ഞു പോയേക്കത്. ഞാനിവിടെ ചൂണ്ട ഇവിടെ
ഒരു മീൻപിടുത്തം നല്ല തറവാണ് ഗൈസ്. ഞാൻ യൂട്യൂബ് ചാനൽ ഓരോന്ന് കണ്ടിട്ട് കോപ്പി എടുത്താട്ടോ. മഴ മാറും. അറിയില്ല, എന്തോ മറ്റേ പുല്ലാന്ന് തോന്നുന്നു. മുറിക്കാനൊന്നുമില്ല. ഒരു മീനെ എങ്ങനെ പിടിക്കാം? ഇങ്ങനെ ഈ സ്റ്റൈലില് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. ഒരു മൂന്നെണ്ണം ആക്കി, 3-4 ചെറുതാക്കി. മതി. മതി. മുറിച്ചോ? ഓക്കെ. അവിടെ എവിടെയാ കൊളുത്ത്? എവിടെയാ? അവൻ്റെ അപ്പുറത്തോടെ എടുക്കണം. തുളച്ച് അപ്പുറത്തോടെ എടുക്കണം. ഇതിപ്പോ ഇത്ര വലിയ മീനല്ലേ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് അവൻ ഇന്നലെയാണ് ചൂണ്ട വാങ്ങിച്ചിട്ടുള്ളത്. ഞങ്ങൾ പോയിട്ട് ചൂണ്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ പിള്ളേർക്ക് പ്രശ്നമുണ്ട്. ഞാൻ പറയാൻ കാരണം അറ്റങ്ങൾക്ക് കടൽക്കാറ്റ് കൊണ്ട് അന്ന് പിന്നെ ദിവസം ഇറങ്ങില്ല. കടൽക്കാറ്റ് കൊണ്ട് വീട്ടിലെന്നാ അപ്പൊ തന്നെ കാൽപ്പോളം എടുത്ത് കൊടുക്കും. അപ്പൊ കാറ്റില്ല, അപ്പൊ നല്ല ദൂരം പോയി.
ബൈറ്റ് ചെയ്തിരുന്നോ? അല്ല ബൈറ്റ് ഉണ്ടായിരുന്നു ഒന്ന്. ആണോ? ആ മീന അത് വിളിക്കും, മീൻ വിളിക്കും പറഞ്ഞേ. ഇല്ല 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 ഇല്ലടാ, പോയി 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 പോയി. ഇല്ല, നല്ല വൈറ്റായിരുന്നു. ഇപ്പൊ നല്ല കാലാവസ്ഥ കേട്ടോ. മീൻ കിട്ടി, അവിടെ പറ. ഷിനി അവനോട് പറയും, പോയാ Shini! Woo! It's alright. Yeah, very small one. Oh, the kid got. They want to see. Okay. They want to see the fish, but they got. Oh, bit late. Sorry, he's been on your rod. It's alright. Oh yeah. So we had to release. Whooshoo! There he goes. Another chance of life. Yeah. We always come back as a big. Yeah, come back bigger, mate. Yeah. അടിച്ച ആ ഇത് ലോക്ക് പിടിക്കാം. Beauty. ആ ഇതിങ്ങനെ ലോക്ക്. ആ ഇത് ലോക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ലോക്ക് പിടിക്കുക. എന്നിട്ട് അവിടെ ലോക്ക് അവിടെ തുമ്പ് ഇതായേക്കാം. ഒരു മിനിറ്റ് കേട്ടോ. അതിപ്പോഴും വലിച്ചു കയറ്റുമ്പോഴേ നമ്മൾ ഏറ്റവും ടിപ്പ് വരെ ഏറ്റവും ടിപ്പ് വരെ വലിച്ചു കയറ്റരുത്. ആ ഒരു മാക്സിമം അത് നമ്മൾ നമുക്കൊരു ലൂസാക്കാം. ഈ സാധനം വരും, ഇതില്ലേ, ഇത് ലൂസാക്കാം. അതെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പിടിക്കുക, ഇവിടെ നിന്ന് പിടിക്കുക, അങ്ങനെ അടിച്ചു നോക്കോ. ഈ ലോക്ക് വേണ്ട, ഈ ലോക്കില്ലേ, ഈ ലോക്ക് വീഴാൻ പാടില്ല. ഇത് വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ബാക്കിൽ നിന്ന് പോട്ടെ. ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ. Get it on GoPro? അതിന് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. ടൈറ്റ് ചെയ്ത് നോക്ക്. ആ മതി. ഓക്കെ. കിട്ടിടാ. എടാ എൻ്റെ ഫ്ലാഷ് എത്തട്ടോ. ഇതെടുക്കാം. പോവാന് സമ്മതിക്കില്ലല്ലോ. അങ്ങനെ മീമി നമ്മൾ മീനിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി നമ്മൾ ചതമ്പൽ കളയാൻ പറ്റും. ഇത് ചതമ്പൽ കളയാനുള്ളൊരു സാധനമാണത്. സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ അത് കഴിഞ്ഞാൽ ചതമ്പൽ കളയായിട്ട് പോകും. കത്തിയേക്കാളും കുറച്ചും കൂടി സിമ്പിളാണ് ഇത്. നാട്ടിലൊക്കെ ഇട്ടായിരിക്കും കേട്ടോ. ഈ ഓസ്ട്രേലിയൻ സാൽമൺ എന്ന് പറഞ്ഞ സാധനത്തിന് അത്യാവശ്യം ചതമ്പലുള്ളൊരു മീനാണ്. അവിടെ നിൽക്കണ മീനെ ഞാനത് മുറിക്കണമെന്ന് കാണിക്കാത്തത് ചിലപ്പോൾ ചിലവർക്ക് വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ കഴിക്കുന്നത് മാത്രമായിരിക്കും ഇഷ്ടം, മീൻ കഴിക്കാൻ മാത്രമായിരിക്കും ഇഷ്ടം. ഇങ്ങനെ കാണുന്നതൊക്കെ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ആൾക്കാർ പറയില്ല എന്ത് ക്രൂരനാടാ എന്നൊക്കെ. ഒന്നാ പാപം തിന്നാൻ തീരുന്നതാണ്. അതിന് വെച്ചിട്ട് മനുഷ്യനൊന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത്
എൻ്റെ ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര പാടാണ് ഫ്രഷ് മീൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ പോയി പിടിക്കണം. അങ്ങനെ മീൻ നല്ല വിലയാണ്. ഫ്രഷ് മീൻ കിട്ടാനൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വിലയാണ്. ഈ ഇതുപോലത്തെ മീനൊക്കെ സാൽമണൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഇവിടെ മാർക്കറ്റിലൊക്കെ സാൽമൺ വളരെ കുറവാണ്. ഇതൊക്കെ ചൂണ്ടായിരുന്ന നമുക്ക് കിട്ടണം. അങ്ങനെ നമ്മളിതൊക്കെ ഭംഗിയിലാക്കി നമ്മൾ കത്തിയെടുത്ത് നമ്മൾ ചൂണ്ട നമ്മൾ ഉപയോഗിക്കണ പേട്ട കത്തിനാണ്. കത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ വരഞ്ഞു കൊടുത്തു. ഫുള്ള് കാണുന്നവർക്ക് ഉണ്ടോ എൻ്റെ മീറ്റ് ഇങ്ങനത്തെ ഒരു മീറ്റാണ്. നല്ല മാംസമുള്ള മീനാണ്. ഇപ്പോൾ ചെറിയ മീനാണെങ്കിൽ ഇതിപ്പോൾ ചെറിയ മീനാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല മീറ്റുള്ള മീനാണ്. മുള്ള് സെൻറ്ററിൽ മാത്രമുള്ളതാണ്. മീറ്റിൽ മുള്ളിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് തിന്നാൻ പറ്റണം നല്ല കിടല മീനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയത് നമുക്ക് 3 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ എടുത്തതിൽ കിട്ടിയത്. 3 നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ പാക്കിയിട്ട് നമ്മൾ മസാലയ്ക്ക് ഇട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ പിടിക്കാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് പറഞ്ഞതിൽ 2 മീൻ നമ്മൾ കവറിൽ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. നമ്മൾ ചെറിയ മീൻ മാത്രമാണ് ഇപ്പോൾ തുറക്കണുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മസാലയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇന്നലെ കിട്ടിയ മീൻ ഓൾറെഡി മസാലയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ബാക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇപ്പോൾ നമുക്ക് 3 കിലോ മീൻ ഇട്ടുണ്ട്. അപ്പം ചൂണ്ടിട്ട് പിടിച്ചത് ഇത് കൂടാനുള്ള മീനാണ്. അപ്പോൾ അത് 3 കിലോ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇന്നലെ കിട്ടിയ നമുക്ക് മിനിഞ്ഞാന്ന് കിട്ടിയ മീനുകൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ അവിടെ ഇവിടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കൊടുത്തു. നമുക്കന്ന് 5 മീൻ നമ്മൾ 4 മീൻ എടുത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഇവിടെ ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഫ്രഷ് മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹം പറഞ്ഞവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ മീനൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കും. ഇപ്പോൾ ഈ 2 മീൻ ഇവിടെ ഇരുന്നോ നമുക്ക് എന്തെങ്കിലും വറക്കാം. അപ്പോൾ അതാണ് ഈ 2 മീനായിട്ട് മാത്രമായിട്ട് വെക്കണം. അപ്പോൾ വറക്കാനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സൈസുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മസാലയ്ക്ക് ഇട്ട് നമുക്ക് വറക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല ഇടാം. മീൻ വറക്കാനുള്ള മസാല നമ്മൾ ഇത്ര ഫ്രഷ് മീനായ നമ്മൾ കണ്ടമാനം മുളക് പൊടിയോ അങ്ങനെയൊക്കെ കണ്ടമാനം സാധനം ഇട്ട് നമ്മൾ അതിൻ്റെ ഫ്ലേവർ കളയണ്ട. നമ്മളിടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒരു കുഞ്ഞു മീനാണല്ലോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മീൻ എടുത്ത് വെച്ചു. അപ്പോൾ കുഞ്ഞു മീനോട് വറക്കാനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം നമ്മൾ ഇടുന്നത്. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ലേശം മുളക് പൊടി. എല്ലാം കുറച്ച് ഇടണുള്ളൂ. വേണ്ട, വളരെ കുറച്ച് നമ്മൾ ഇടണുള്ളൂ. കാരണം നമ്മൾ കുരുമുളകിൻ്റെ ഫ്ലേവർ നമുക്ക് മുന്നിട്ട് വേണ്ട. പിന്നെ നമ്മൾ ഉപ്പ് ടേസ്റ്റ് ഉപ്പ് അതിന് കുറച്ച് പിന്നെ കുറയും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒഴിച്ചു. നന്നായിട്ട് പേസ്റ്റ് ചെയ്തു. ഇത് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മീൻ അടച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് നേരത്തെ വളരെ ചെറിയ മീനാണ് നമ്മൾ കിട്ടിയതിൽ ഏറ്റവും ചെറിയ മീനാണ്. അപ്പോൾ നമ്മളത് ഇതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ തേച്ച് കൊടുക്കാം. മുളക് പൊടിക്ക് നമ്മൾ സാരിട്ടുള്ളൂ. കുരുമുളകാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലേവർ ആക്കാൻ പോണേ. കുരുമുളക് ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് മെയിൻലി ഇതിൻ്റെ ഫ്ലേവർ എടുക്കുന്നത്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നമ്മളിൽ കുരുമുളക് ക്രഷ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ബ്ലാക്ക് പെപ്പർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മീനൊന്ന് ജസ്റ്റ് മറിച്ച് വയ്ക്കുക. മീനും കൈ കഴുകുക. ഈ പെണ്ണുമ്പോൾ വരുമ്പോൾ ശരിയാക്കും. നമ്മൾ മീൻ പിടിച്ചിട്ട് കൈ കഴുകാണ്ട് നമ്മൾ നല്ല രീതിയിൽ കുരുമുളക് നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മസാല ഇട്ടിട്ട് നമ്മളിപ്പോൾ പിടിച്ച മീൻ കുരുമുളക് ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കത് കൈയോടെ തന്നെ വറക്കാം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് വെച്ചു. കാരണം കണ്ണമാനം നേരം വെക്കണില്ല. കാരണം നമുക്ക് പെട്ടെന്ന് വറക്കേണ്ടത് എത്ര ഫ്രഷ് മീനായതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വറുത്ത മീനിൻ്റെ എണ്ണയാണത് വൈകിട്ട് വറുത്തത്. അപ്പോൾ നമ്മൾ ചൂണ്ടകൾ അവസാനിപ്പിച്ചു. ഇനി വീട്ടിൽ പോയി ഇത് ക്ലീൻ ചെയ്ത് ഇതിനെ ഫ്രൈ ചെയ്യണ വീഡിയോയും കൂടി നമുക്ക് കാണാം. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇങ്ങനെ വെച്ച് തുടങ്ങി. കുറച്ച് മസാല കിട്ടി ഗ്യാപ്പിലേക്കും കൂടി നമ്മളൊന്നും വേസ്റ്റ് ആക്കണില്ല. അവിടുന്ന് ഫ്രൈ ചെയ്യാനാണ്. നമുക്കൊന്ന് മീനൊന്ന് മറിച്ചിടാം.
നമ്മുടെ മീനായിട്ടുണ്ട്. നമ്മൾ നല്ല തീയിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല ജ്യൂസി ആയിട്ടില്ല. നമ്മൾ നല്ല ചൂടാണ്. നമ്മളൊരു ചെറുനാരങ്ങ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കാം. അതായത് നമ്മൾ ചൂണ്ടിയിട്ട് വന്ന് പിടിച്ചുകൊണ്ട് വന്ന് നമ്മളതിൻ്റെ പിടപ്പ് മാറുന്നതിന് മുമ്പ് തന്നെ അതിനെ വരഞ്ഞ് മസാലയ്ക്ക് പരട്ടി ചട്ടിയിലിട്ട് ഇത്ര ഫ്രഷ്, ഭയങ്കര ഫ്രഷ് മീൻ കടലിൽ നിന്ന് പിടിച്ച് തിന്നണത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ചിലപ്പോൾ വൈകിട്ടായിരിക്കും കുക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിപ്പം പിടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വന്ന് അധികം സമയമായിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രഷാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയോ എന്നൊക്കെ ഒരു തോന്നൽ വരും. ഇല്ല, അത് ഇന്നലത്തെ ഓയിലിൽ കിടന്ന മീൻ വറുത്തതിൻ്റെ ഇത് പിടിച്ചതാണ്. ഞാൻ തന്നെ കാണിക്കാം. ഇത്രയും ഫ്രഷ് സാധനമാണ്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അത് നല്ല ജ്യൂസി ആയിട്ട് കണ്ടോ, നല്ല സൂപ്പർ മീറ്റാണ്. ഇങ്ങനെ ഓഹ് ഇത് രസം നോക്കി. എൻ്റെ മൂരി പുറകെ കണ്ടോ, കയറിന്നിരിക്കണം. നല്ല പുക പോകണണ്ട. ഇത്രയും സൂപ്പറാണ്. ഇത്ര ഫ്രഷ് മീൻ കഴിക്കട്ടോ. വാ, ഇത് എൻ്റെ മസാലയുടെ ടേസ്റ്റോ ഒന്നുമല്ല, ഈ മീന് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതാണ് ഈ സാൽമണിൻ്റെ പ്രത്യേകത. ചിലർ സാൽമണൊക്കെയും സാൽമണിൻ്റെ ഏത് സ്പീഷ്യസ് പെട്ടതാണെങ്കിലും സലാഡിലൊക്കെ ഇട്ട് കഴിയും, ഒരു മസാല ചേർക്കാണ്ട്. ആ മീനിൻ്റെ മീറ്റിനാണ് ഭയങ്കര ടേസ്റ്റാണ്. വാ, കഴിച്ചു തുടങ്ങി പിന്നെ നിർത്താൻ പറ്റില്ല. വാ, അത് ആദ്യം ഇങ്ങനെ ചൂണ്ടിയിട്ട് കൊണ്ടുവന്ന് ചൂടാറുന്നതിന് മുമ്പ് ഇങ്ങനെ തിന്നണത് അത്രയും ഫ്രഷായിട്ട്. അപ്പോൾ നമുക്കതൊക്കെ കട്ട് ചെയ്യണതും തൊട്ട് നമ്മളെല്ലാം വീഡിയോയിൽ പിടിച്ചു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യാം. നമ്മുടെ നമ്മുടെ തുടക്കമാണ്. അപ്പോൾ നമ്മളൊന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയും. ഓഹ് അടിപൊളിയായിട്ടാ, ഒന്നും രക്ഷയില്ല. മീൻ അതെൻ്റെ നമ്മുടെ കുക്കിങ്ങിൻ്റെ കൊണ്ടല്ല, മീൻ നല്ല മീനാണ്. ഓസ്ട്രേലിയൻ സാൽമൺ അടിപൊളി മീനാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേര് എന്തിട്ടാണ് എനിക്കറിയില്ല, നമ്മുടെ മേലെ കിട്ടുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ മീറ്റൊക്കെ എനിക്ക് കഴിക്കുമ്പോൾ നമ്മുടെ നെയ്മീൻ്റെ ഒക്കെ ഒരു കിങ് ഫിഷിൻ്റെ ഒക്കെ ഒരു ആ ടേസ്റ്റ് ഉണ്ട് മീൻ, അതുപോലത്തെയാണ്. ഞങ്ങൾ മുന്നേ വെച്ച് കഴിഞ്ഞ് കറി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു മീനാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത്. ഞങ്ങൾ വെച്ചിരുന്നു, വറ്റിച്ച് വെച്ചിരുന്നു, പാൽക്കറി വെച്ചിരുന്നു, എല്ലാം ടേസ്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോണൊരു ടൈപ്പ് മീനാണ്. അപ്പോൾ നമ്മൾ അധികം നേരം ഇതിന് കുക്ക് ചെയ്യേണ്ട സമയം വേണ്ട. ഇപ്പം ഞാനത് കുക്ക് ചെയ്തതാണെങ്കിലും നമ്മളാകെ 2 മിനിറ്റ് അത്രേ കുക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ നല്ല ഹൈ ഇതിലിട്ടാണ് കുക്ക് ചെയ്തത്. ആ പുറത്തെ സ്കിന്നൊക്കെ ഒന്ന് മുരിയാനായിട്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ സ്കിൻ മുരിയണത്, അത് കഴിക്കാനാണ്. ഒരു വൈനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. വൈനുണ്ട് പക്ഷേ വേണ്ട, നമ്മുടെ വീഡിയോയ്ക്ക് ഇതാവും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. തല, എനിക്ക് മീൻ തല ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ മീൻ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനം വേറെ എനിക്കൊന്നുമില്ല. മീൻ തല വാ, ഈ മുള്ളൊക്കെ ഒന്നും കളയാനില്ല, കടിക്കുമ്പോൾ തിന്നാം. സോഫ്റ്റാ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഞാനിതൊന്ന് തീർക്കട്ടെ. ഇപ്പോൾ നമ്മൾ 2 മീനൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ കുക്കിങ്ങിൻ്റെ വീഡിയോയും കൂടി ഇഷ്ടമാണെങ്കിൽ നമ്മളതും കൂടി ചേർക്കും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു സജഷനാണ്. മീൻ പിടിച്ചാൽ മാത്രം പോരാ, സുമേഷ് കാണുന്നുണ്ടെങ്കിൽ അവനറിയാം, ജർമ്മനിലാണ്, ജർമ്മൻ സുമേഷ് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, എടാ നീ വീഡിയോ പിടിക്കുമ്പോൾ അത് കുക്ക് ചെയ്യണ വീഡിയോയും കൂടി അതിൻ്റെ ഇട്, അപ്പോൾ ആൾക്കാർ കാണുന്നവർ കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അവനൊക്കെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെ കിട്ടാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്കും ഒരു സംതൃപ്തി തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ താങ്ക് യു സുമേഷ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വലിച്ചിങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ചാടി പിടിച്ച് ഓഫ് ചെയ്യട്ടെ.